ലൈവ് ആവുമ്പോഴേ അവിടെ ഇൻറ്റു കാണുന്നത് വരുന്നില്ലല്ലോ. ഓൺ ചെയ്തിട്ടേക്കാ. നമസ്കാരം, ഞാൻ മൊയ്തീൻ, സിനിമ ആൻഡ് സീരിയൽ വ്യൂവേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ്. ബഹുമാന്യരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. മഹാത്മാ അയ്യങ്കാളിയുടെ 161ാമത് ജന്മദിനമാണ് ഇന്ന് കേരളം മുഴുവനും ആഘോഷിക്കുകയാണ്. പഠിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ പാടം തരിശുഭൂമിയാക്കിയിടും എന്ന് പറഞ്ഞ വില്ലുവണ്ടിയിൽ കയറി ധൈര്യമായിട്ട് യാത്ര നടത്തിയ ധീര ദേശാഭിമാനിയും സ്വരാജ്യ സ്നേഹിയുമായിരുന്ന അയ്യങ്കാളിയുടെ ആത്മാവ് നിത്യശാന്തികൊണ്ട് തുടങ്ങട്ടെ. ഇവിടെ ഈ മുസ്ലിം സമുദായത്തിൽ, മുസ്ലിം സമൂഹത്തെ ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചില പുരോഗമന ചിന്താഗതിക്കാരെന്ന് പറയുന്ന ആശയങ്ങളുള്ളത് പോലും അറിഞ്ഞോ അറിയാതെയോ തെറ്റിദ്ധരിക്കപ്പെടുത്തുകയാണ് മറ്റുള്ളവരുടെ മുൻപിൽ. ഉദാഹരണം പറഞ്ഞാൽ സർവമത സമ്മേളനം SNDPയുടെ അല്ലെങ്കിൽ സഹോദരൻ അയ്യപ്പൻ്റെ ആഭിമുഖ്യത്തിൽ, സഹോദരൻ അയ്യപ്പൻ്റെ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ചെറായിൽ നടത്തി ഏതാനും മാസം മുമ്പ്. അന്ന് മുസ്ലിം സമുദായത്തിന് വേണ്ടി വിഷയം അവതരിപ്പിക്കാൻ വിളിച്ചത് ഹമീദ് ചേന്നമംഗലൂരാണ്. ഹമീദ് ചേന്നമംഗലൂർ അറിയപ്പെടുന്ന നിരീശ്വരവാദിയും മുസ്ലിം വിരോധിയാണ്. അപ്പോൾ SNDP അല്ലെങ്കിൽ സഹോദരൻ അയ്യപ്പനെ പോലെയുള്ള നയിച്ചിരുന്ന ആ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ആ വിഷയത്തിൽ എത്രയോ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ സമുദായത്തിൽ എന്നുള്ളതാണ്. അന്ന് ഞങ്ങൾ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. മേലാൽ ആവർത്തിക്കരുത്. നിങ്ങൾ ആരും ക്ഷണിക്കേണ്ട കുഴപ്പമില്ല. ക്ഷണിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രോപ്പർ ആൾ ക്ഷണിക്കണം. ഒരു നിരീശ്വരവാദി വിളിച്ചിട്ട് മുസ്ലിമിൻ്റെ പേര് കൊടുത്തിട്ട് കൊടുക്കരുത്. ഇന്ന് അയ്യങ്കാളി ദിനമാണ്. മനോരമയിൽ ഒരു ഫീച്ചറുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗം പ്രൊഫസറുടെ ലേഖനമാണ്. ആ ലേഖനത്തിൽ മിഷണറിമാർ ഉൾപ്പെടെ എല്ലാവരുടെയും സേവനങ്ങൾ കൊണ്ടാണ് കേരളത്തിൽ നവോത്ഥാനം ഉണ്ടായത്, പരിഷ്കരണം ഉണ്ടായത് എന്നൊക്കെയുള്ള അദ്ദേഹം പറഞ്ഞു. പക്ഷെ അതിൽ പ്രധാനപ്പെട്ട വിഭാഗമാണ് മുസ്ലിം സമുദായം. അല്ലെങ്കിൽ അവരുടെ സേവനത്തെക്കുറിച്ച് അദ്ദേഹം വിട്ടുപോയെങ്കിൽ അദ്ദേഹം ചരിത്ര പ്രസ്ഥാനത്തിൻ്റെ വകുപ്പിൻ്റെ മേധാവിയായിരിക്കാൻ അർഹതയില്ല. അല്ല, അത് മനോരമ കൊടുത്തിട്ട് മനോരമ ബുദ്ധിപൂർവ്വം ആ വേർഡ് മാറ്റിയതാണെന്ന് അറിയില്ല. അത് അദ്ദേഹം അറിയിക്കണം. അദ്ദേഹം നമ്മൾ എഴുതി ചോദിക്കുകയാണ്. ഇന്നിപ്പോൾ തിരക്ക് നാളെ ചോദിക്കുകയാണ്. സത്യം പുറത്തു വരണം. ഒരു കാരണവശാലും നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ വിരോധം കൊണ്ടോ, SDPയുടെ വിരോധം കൊണ്ടോ, അല്ലെങ്കിൽ PDPയുടെ വിരോധം കൊണ്ടോ, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് വിരോധം കൊണ്ടോ, അതൊക്കെ നിങ്ങൾക്ക് എന്ന് പറയാം, സമുദായത്തെ നിങ്ങൾ മാനിച്ചേ തീരൂ, ബഹുമാനിച്ചേ തീരൂ, ആദരിച്ചേ തീരൂ. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ സമുദായം സമ്മതിക്കില്ല. വ്യക്തികളോ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളോ നിങ്ങൾ എതിർത്തു, അന്നൊരു പരാതിയില്ല. അതൊക്കെ പ്രസ്ഥാനങ്ങളാണ്, വ്യക്തികളാണ്. പക്ഷേ സമുദായത്തെ നിങ്ങൾ ഇതുപോലെ ഒന്നും അറിയാത്ത മട്ടിൽ ആക്രമിച്ചാൽ, ബുദ്ധിപൂർവ്വം ഒതുക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും സമ്മതിക്കില്ല. കാരണം ഇപ്പോൾ പലരും പറയുന്നുണ്ട്, ഈ കണ്ടുപിടുത്തമെല്ലാം യഹൂദന്മാരാണ്. യഹൂദന്മാർ കണ്ടുപിടുത്തം തുടങ്ങിയത് 20ാം നൂറ്റാണ്ട് അവസാനം, 20ാം നൂറ്റാണ്ട് ആരംഭത്തിലാണ്. 6ാം നൂറ്റാണ്ട് പോലും ഇസ്ലാം ലോകത്തുണ്ട്. 640 7ാം നൂറ്റാണ്ട് പോലെ. പക്ഷേ ആ കാലം മുതൽ എത്രയോ കണ്ടുപിടുത്തങ്ങൾ. ലോകത്തിൽ ആദ്യമായിട്ട് തുടങ്ങിയ സർവകലാശാല മൊറോക്കോയിൽ ഒരു മുസ്ലിം സ്ത്രീ തുടങ്ങിയതാണ്. അങ്ങനെ ഒരുപടി കണ്ടുപിടുത്തം. ഡോക്ടർ അവിസെന്ന
വിശ്വകരന്മാർ, എത്ര എത്ര വിവരങ്ങൾ, എത്ര എത്ര കണ്ടുപിടുത്തങ്ങൾ. ഇറാഖിലെ ലൈബ്രറിയിൽ കോടിക്കണക്കിന് പുസ്തകങ്ങൾ ഓരോ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചും ഇസ്ലാമിക വീഴ്ചക്കുറിച്ചുകളുണ്ട്. അതെല്ലാം അവിടുന്ന് യുദ്ധം തർക്കമുണ്ടായി, ഇപ്പം അത് കത്തിച്ച് കളഞ്ഞ് അല്ലെങ്കിൽ നദിയിൽ എറിഞ്ഞ് കളഞ്ഞൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ കാലാകാലങ്ങളിൽ ഈ സമുദായ സംസ്കാരത്തെ എതിർക്കാൻ അല്ലെങ്കിൽ അനുകൂലിച്ചോ എതിർത്തോ പോകണം. അത് വേണ്ടെന്നേ. അങ്ങനെ ഇസ്ലാമോഫോബിയൊന്നും ഇന്ത്യയിൽ വേണ്ട, ലോകത്തിൽ വേണ്ട, കേരളത്തിൽ വേണ്ട. ആ അഭ്യാസം വിട്ടുകളയാണ്. ക്രിസ്തുദേവൻ എന്താ പറഞ്ഞത്? ആ ഭാരം ചുമക്കുന്നതും അധ്വാനിക്കുന്നതും എൻ്റെ അടുത്ത് വരുമെന്നാണ്. പക്ഷെ പ്രവാചകൻ മുഹമ്മദ് നബി എന്താണ് പറഞ്ഞത്? പ്രൊഫസറോട് ചോദിക്കുകയാണ്, ഈ ചരിത്ര ഗവേഷക പ്രൊഫസറോട്, അധ്വാനിക്കുന്നതിന് വിയർപ്പ് കണങ്ങൾ വറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം എന്ന് പറഞ്ഞ ഒരു തത്വസംഹിത ലോകത്ത് ആരോടോ ആദ്യം പറഞ്ഞത്? കാൾ മാർക്സ് ആണോ, ലെനിനാണോ, സ്റ്റാലിനാണോ, മാവോണോ? അല്ല. അവരൊക്കെ പറഞ്ഞ് 20ാം നൂറ്റാണ്ടിലും 20ാം നൂറ്റാണ്ടിലൊക്കെ അല്ലേ. ഇത് 7ാം നൂറ്റാണ്ടിൽ പറഞ്ഞതല്ലേ. അയൽവക്ക് പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ ആഹാരം കഴിക്കൽ എൻ്റെ സമുദായത്തിൽ പെട്ടല്ലോ എന്ന് നിബിവചനം. അപ്പോൾ ഇന്നൊരു ക്രിസംഖ്യ, ഒരു സംഖ്യവരാണ് അങ്ങനെ അയൽവക്ക് മുസ്ലിമായിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അവനൊക്കെ തല്ലിക്കൊല്ലുന്ന സമയം കഴിഞ്ഞിരിക്കല്ലേ. അത്ര അർത്ഥശൂന്യല്ലേ. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ് നിങ്ങൾ ഈ സമുദായത്തോട് ഇത്ര അനീതി കാണിക്കുന്നത്? അത് ചരിത്ര ഗവേഷകനായാലും എഴുത്തുകാരനാണെങ്കിലും പത്രപ്രവർത്തകനാണെങ്കിലും കിട്ടുന്ന അവസരങ്ങളെല്ലാം ഈ സമുദായത്തെ ഒതുക്കാൻ നോക്കല്ലേ, അല്ലെങ്കിൽ സമൂഹത്തിൽ നാറ്റിക്കാൻ നോക്കല്ലേ. ഇതൊക്കെ ചെയ്തിട്ട് ലോകത്ത് ഇത് വളർന്നു വരാല്ലേ. എത്ര ബുദ്ധിലാക്ഷസന്മാർ, എത്ര ചിന്തകന്മാരെല്ലാം ഈ മതത്തിലേക്ക് വരുന്നുണ്ട്. അത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ പെണ്ണ് കെട്ടാൻ വേണ്ടിയില്ല, ഇതിൻ്റെ ഐഡിയോളജി മനസ്സിലാക്കി വരുന്നതാണ്. ഞാൻ ഇത് ആമുഖമായിട്ട് പറഞ്ഞോളൂ, എൻ്റെ വിഷയം അതല്ലല്ലോ. സിനിമ ആൻഡ് സീരിയൽ വ്യൂവേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് നിലയിൽ പറയുകയാണ്. ഇപ്പോൾ എല്ലാം ചർച്ച നടക്കുന്നത് അമ്മ സംഘടനയെക്കുറിച്ച്. അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞ അമ്മ എന്ന പേര് നിങ്ങൾ ഉപയോഗിക്കില്ലേ? അമ്മ എന്ന പേരിന് എത്ര ആഴത്തിലുള്ള പവിത്രമായ പരിശുദ്ധമായ ഒരു നാമമാണ് അമ്മ. അമ്മയില്ലെങ്കിൽ നമ്മളില്ല, ലോകം ഉണ്ടാവില്ല. ലോകം ഉണ്ടാവും, പക്ഷെ ലോകത്ത് മനുഷ്യരുണ്ടാവില്ല. ആ അമ്മയെ നിങ്ങൾ ഉപയോഗിച്ചിട്ട് അന്തസ്സുള്ള ഒരാളെങ്കിലും അമ്മയിലുണ്ടായിരുന്നെങ്കിൽ സ്റ്റേണായി നിന്നുകൊണ്ട് വാടായിരിക്കട അവിടെ നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാം, തെറ്റും ശരിയും ചെയ്യാം, എന്നിട്ട് ജനങ്ങളെ അറിയിക്കാം. അങ്ങനെ പറയാൻ തൻ്റെയും ധൈര്യവും ആത്മാർത്ഥയും കാണിച്ച ഒരൊറ്റ നേതാവ്, ഒരൊറ്റ അമ്മയിലെ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഒളിച്ചോടല്ല, വഞ്ചിക്കല്ലേ ഒന്ന്. ധാർമ്മികത കണക്കിലെടുത്താൽ നിങ്ങൾ രാജിവെക്കണമെന്നൊരു മഹാൻ പറഞ്ഞല്ലോ. ഈ മഹാനൊക്കെ ഉണ്ടല്ലോ 2-3 മണിക്കൂറൊക്കെ സംസാരിക്കും. അത് തിരക്കഥ എഴുതി കൊടുക്കണം, എന്നിട്ട് ഇരുന്ന് നോക്കി വായിക്കണം. അരമണിക്കൂർ. ഇപ്പം ഞാൻ ഈ സംസാരിക്കും പോലെ, അല്ലെങ്കിൽ ജയശങ്കർ വക്കീൽ സംസാരിക്കും പോലെ ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് മൈക്കിന് മുമ്പിൽ സംസാരിക്കാൻ പറ്റും ഓഫായിട്ട്, സ്ക്രിപ്റ്റ് ഇല്ലാതെ, തിരക്കഥ എഴുതി തരാതെ? സാധിക്കില്ല. പക്ഷെ നിങ്ങൾ കാണുന്ന നിങ്ങളുടെ അഭിനയം, നിങ്ങളുടെ അത് കാണുമ്പോൾ ആൾക്കാരെ കണ്ട് നിങ്ങൾ ദിവ്യത്വം കണക്കാക്കി പൂജിക്കുകയാണ്. മമ്മൂട്ടി, മോഹൻലാൽ, നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഈ കലയിലെ പ്രധാനി എന്ന നിലയിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയണം, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, നിങ്ങൾ ക്ഷമിക്കണം. അല്ല നിങ്ങൾ തല്ലിക്കൊന്ന ഒരു കുഴപ്പമില്ല. അങ്ങനെ തൻ്റെയിടം കാണിക്കാനും മുഖം കാണിക്കാനും, ഇതേവരെ ഈ സംഭവത്തിന് ശേഷം മുഖം നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ? പേര് മമ്മൂട്ടി എന്തോ ഒന്ന് പറഞ്ഞു, ബാക്കി മോഹൻലാൽ മുഖം കാണിച്ചിട്ടുണ്ടോ? ഒരു കമ്മിറ്റി കൂടി ഉണ്ടോ? ഓൺലൈൻ വിളിച്ചു കൂട്ടിയാണ് ഈ തീരുമാനമെടുത്തത്. ഇത്ര അന്തസ്സില്ലാത്ത, അല്ല ഇത്ര കഴിവുകെട്ട ഒരു ഭരണചക്രമായില്ലോ അമ്മ എന്ന സംഘടന ഭാരവാഹികൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ലജ്ജയുണ്ട്. അതാണ് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞത്. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് സംഘടനയിൽ മെമ്പർമാരെല്ലാം കൂട്ടി പുതിയ തെരഞ്ഞെടുപ്പ് നേരിടണം. അത് ഈ ഇലക്ഷനിൽ കൂടി അയക്കണം. ഈ നോമിനേറ്റ് ചെയ്യുന്ന ദൈവത്തെ നോമിനേറ്റ് ചെയ്യുമ്പോൾ നോമിനേറ്റ് ചെയ്യുന്ന മാറിയിട്ടുണ്ട്. ഇത് ഒരാൾ കുറച്ച് പേർ നോമിനേറ്റ് ചെയ്യും, പിന്നെ കുറേ ഇലക്ട് ചെയ്യും. അതെന്ത് ന്യായമാണ്? ഇപ്പം മോഹൻലാലിനെ ഉണ്ണികൃഷ്ണൻ ട്രഷററായിട്ടും പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്തു, ഖണ്ഡുവായി എടുത്തു, ബാക്കിയുള്ളവർ ഇലക്ഷൻ നടത്തി. അതൊക്കെ എന്താണ്? നിങ്ങൾക്ക് ഒരു വിവരം ഇക്കാര്യത്തിലുള്ള നിങ്ങൾ. കാരണം നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ അന്ധമായ വിഗ്രഹാരാധന കാരണം ജനങ്ങൾ നിങ്ങളെല്ലാം ചീത്തയാക്കണം. നിങ്ങൾ കൂടാതെ ചില ശൈബന്ധികൾ ഇല്ലാതാക്കാണ്.
തെറ്റല്ലേ? മറ്റൊന്ന്, എല്ലാ മേഖലയിലുള്ളതുപോലെയുള്ള ഒരു അപാകതയൊക്കെ സ്ത്രീ വിഷയത്തിൽ സിനിമയിലുണ്ട്. ഒരു പിടി കൂടുതലെടുത്ത് വെച്ചോ, അത് സിനിമാ നിർമ്മാണം എന്നൊക്കെ അത് തന്നെയാണല്ലോ. എന്നിട്ട് 8, 10, 15, 20 വർഷം മുമ്പുള്ള കേസുകൾ പറയാണ്. ഒരു സിനിമാ നടിയുണ്ടല്ലോ, 2 സിനിമ, ഒരു സിനിമാ നടിയുടെ കാര്യം പറയാം. അവൾ പറഞ്ഞത് എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സിദ്ദീഖിൻ്റെ ആളല്ല, സിദ്ദീഖ് ഞാനായിട്ട് വാസ്തവത്തിൽ ചെറിയൊരു സൗന്ദര്യപ്പഴക്കം ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ വിട്ടളഞ്ഞു പോട്ടെ. പക്ഷേ കാര്യങ്ങൾ പറയണ്ടേ? അങ്ങനെ സിദ്ദീഖ് ഒരു സിനിമാ നിർമ്മാതാവല്ല, ഒരു നടനാണ്, ഏതാണ്ട് അറിയപ്പെടുന്നതാണെന്ന് വെച്ചോ. അദ്ദേഹം വിളിച്ചപ്പോഴ് ഈ യുവതി, അത് പറഞ്ഞാൽ അന്ന് പ്രായപൂർത്തിയായിട്ടില്ല, +2 പഠിക്കാന്നാണ്, പ്രായപൂർത്തിയായിട്ടില്ല. ഓക്കെ, പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി ഒറ്റക്ക് അയാളുടെ മുറിയിൽ കയറി ചെന്ന് മണിക്കൂറോളം വിലയിച്ചു എന്ന് പറഞ്ഞാൽ ആരെയാണ് പൊട്ടനാക്കുന്നത്? നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോവാണെങ്കിൽ, പരസ്യമായിട്ട് ബോർഡ് വെച്ച് രജിസ്റ്റർ സ്ഥാപനത്തിൽ ഇൻ്റർവ്യൂ ആണെങ്കിൽ, ആ പെൺകുട്ടി അവളുടെ കൂട്ടുകാരി കൊണ്ടുപോകും, അല്ലെങ്കിൽ അവളുടെ അച്ഛനെ കൊണ്ട്, അമ്മയെ കൊണ്ട്, അല്ലെങ്കിൽ ആരും കൊണ്ടുപോകും, ഒറ്റക്ക് പോവില്ല. അത് പരസ്യമായിട്ടുള്ള ഓഫീസാണ്, രജിസ്റ്റേർഡ് ഓഫീസാണ്, ആൾക്കാരുള്ള സ്ഥലമാണ്. എങ്കിൽ പോലും ആ കുട്ടി ഒറ്റക്ക് പോവില്ല. ഇതൊരു ലോഡ്ജിലേക്ക്, അത് ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചപ്പോഴേ നിങ്ങൾ ചെന്നു എന്ന് പറഞ്ഞാൽ സത്യമാണോ? നിങ്ങളുടെ കൈ ശുദ്ധമാണോ? ഞാൻ പറഞ്ഞില്ല. ഇന്നും ചാരിത്ര ശുദ്ധിയിൽ വിശ്വാസമുള്ള ഒരു സ്ത്രീ റോഡ് നടന്നു പോയാൽ ഏത് പുരുഷനും ഒരു പ്രാവശ്യം നോക്കും, ആരെന്നറിയാൻ. രണ്ടാമത് നോക്കില്ല. കാരണം അവൾ അതിൽ ബഹുമാനമുണ്ട്, അസ്തിത്വത്തിലും ചാരിത്രത്തിലും വിശ്വാസമുണ്ട്. ഇന്നത്തെ സ്ത്രീകൾ അതാണ് പലരും. എന്നെ എത്ര പേര് കൂടുതൽ ആകർഷിക്കണം അങ്ങനെയെന്ന് വെച്ചാൽ പോകുന്നത്, ഉടുപ്പിട്ട് ആ ഉടുപ്പിൻ്റെ മുട്ടിൻ്റെ ഒക്കെ കീറി പാനിട്ട് എടുക്കുന്ന പെൺകുട്ടികൾ കാണുമ്പോൾ ഞാൻ ചോദിച്ചു, മക്കളെ എന്താണ് ഇതിന് പരിഷ്കാരം? ഒരു പരിഷ്കാരം ഉണ്ടെങ്കിൽ എന്തെങ്കിലും നേട്ടമാണല്ലോ. ഇത് നിങ്ങൾക്ക് എന്താ നേട്ടം കാണുന്നത്? ആർക്കൊന്നും അറിയില്ല, അങ്ങനെ ഇട്ട് പോകുന്നു. എന്താണ്, എവിടെയാണ് നമ്മുടെ സ്ത്രീ സമൂഹം ചെന്നത്? എവിടെയാണ് നമ്മുടെ സിനിമാ സമൂഹം ചെന്നത്? മനുഷ്യനെ, പ്രത്യേകിച്ച് ഇളം തലമുറയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു മേഖലയാണ് സിനിമ. അത്രയും ആകർഷിക്കുന്ന ഒരു മേഖല വേറെയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക രീതിയിൽ വീക്ഷണത്തിൽ സിനിമയെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. എങ്കിൽ പോലും ഇസ്ലാമായ മുസ്ലിമായി ഞാൻ ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്താൽ അതിൽ തെറ്റ് ചൂണ്ടിക്കാണിച്ച് തിരുത്താൻ പറ്റുമെന്നറിയാൻ വേണ്ടിയാണ്. അല്ല, അത് നല്ലതായിട്ട് പറ്റില്ല. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വേറൊരു സ്ത്രീ, അവരഭിനയിച്ച് ഈ പറഞ്ഞ രീതിയിൽ അഭിനയിച്ച് തൊടുപുഴ ഷൂട്ട് ചെയ്ത ഒരേ ഒരു സിനിമയുള്ളൂ. ആ സിനിമയിൽ നായകനാണ് എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം വന്ന് പറയാണ് അത് അയാളല്ല, അത് വേറെ ആളാണ്. ആളെയും പറയില്ല. എത്രയോ ലക്ഷങ്ങൾ മുടങ്ങി എന്നുള്ളത് ഇന്നലെ ചാനൽ ചർച്ച ചെയ്ത്, അവരൊക്കെ ബാങ്ക് അക്കൗണ്ട് നോക്കേണ്ടതാണ്. ഇത് ഒരു സമൂഹത്തെ മൊത്തം ആക്ഷേപിക്കുന്ന രീതിയിലല്ലേ സിനിമയിലേക്ക് സ്ത്രീകളെ അല്ലെങ്കിൽ നടിമാരെയൊക്കെ കൊണ്ടുപോകുന്ന 90% അമ്മമാരോ അല്ലെങ്കിൽ ചേച്ചിമാരോ അച്ഛനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കായമാരൊക്കെ കൊണ്ടുവന്ന് പറഞ്ഞങ്ങോട്ട് വിട്ടുകൊടുക്കാണ്. അവൾ പൊയ്ക്കുക, ചേട്ടൻ പറയുമ്പോൾ കേൾക്ക്, സാറ് പറയുമ്പോൾ കേൾക്കണം കേട്ടാ എന്ന് പറഞ്ഞ് തോളത്ത് കെട്ടിയാണ് കയറ്റി വിടുന്നത് വണ്ടിയിലേക്ക്. എന്നിട്ട് ഇപ്പോൾ പറയാണ് കേസ് കൊടുക്കുന്നത്. അത് അന്വേഷിക്കാനുള്ള ഒരു പത്രത്തർക്കും. കാരണം അനുവാദം കൂടാതെ ഒരു സ്ത്രീയെ ഏതൊരു പുരുഷാണെങ്കിലും തൊട്ടാൽ അത് തെറ്റ് തന്നെയാണ്, അത് സംശയമില്ല. അത് തക്ക ശിക്ഷയും കൊടുക്കണം. പക്ഷെ ആ സാഹചര്യം ഉണ്ടാക്കാവോ? നമ്മൾ വയലോപ്പിളി ശ്രീരമേനോൻ പറഞ്ഞ പോലെയാണ്. എന്തുകൊണ്ട് വിരണ്ടോടി ആന വെടിവെച്ച് വന്ന പട്ടാളക്കാരന് അവാർഡ് കൊടുത്തപ്പോൾ അദ്ദേഹം 60 വർഷം മുമ്പ് ചോദിച്ചാൽ എന്തുകൊണ്ട് ആന ഓടി? ഒരു സാഹചര്യം വന്നാൽ, പ്രത്യേകിച്ച് സെക്സ് സംബന്ധമായിട്ട് വേണമെങ്കിൽ ഇസ്ലാം പറഞ്ഞറിയോ, പ്രായപൂർത്തിയാക്കി കഴിഞ്ഞാൽ അമ്മയും മകനും ഒരു മുറിയിൽ തനിച്ച് കിടക്കുകയെന്ന് പറഞ്ഞാൽ അത്രയും അകൽച്ച വേറെ അച്ഛനും മകളായിട്ട് പോലും ഇല്ല. ഇതാണ് മനഃശാസ്ത്രം പറയുന്നത്, ഫിലോസഫി പറയുന്നത്, ശാസ്ത്രം പറയുന്നത്. അങ്ങനെയുള്ള അത്രയും അടുപ്പമുള്ള അല്ലെങ്കിൽ ഒരു തെറ്റിലേക്ക് വീഴാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് സെക്സ് എന്ന് പറയുന്നത്. ആ സെക്സ് കയ്യിൽ പിടിച്ചിട്ടാണ് ഒരു ഒറ്റയ്ക്ക് ഒരു അന്യപുരുഷന്റെ റൂമിൽ കയറിച്ചത് മണിക്കൂർ ചെലവഴിക്കുന്നത്. എന്നിട്ട് എന്നെ പീഡിപ്പിച്ചു, എന്നെ അവിടെ എവിടെയാണ് അതിൻ്റെ ന്യായം ഇരിക്കുന്നത്? അപ്പോൾ വേണമെങ്കിൽ പറയാം, പിന്നെ പ്രായപൂർത്തിയാകാത്ത കേസ് ആണെങ്കിൽ അനുവാദിച്ചാൽ പോലും തെറ്റാണെന്ന് പറയാം. അതൊക്കെ ശരി തന്നെ. പക്ഷെ പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയൊക്കെ അവർക്ക് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരും ഉണ്ടാവില്ലേ? തുറന്ന് വിടാണ് അങ്ങനെ അന്യപുരുഷൻ്റെ റൂമിലേക്ക്. അപ്പോൾ അതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമാണ്.
ഈ സമൂഹത്തെ മോശമാക്കുന്ന കാര്യമാണ്. സ്ത്രീ വിഷയത്തിൽ 90% വൈരാഗ്യം തീർക്കാനും പിണക്കം തീർക്കാനും പിന്നെന്താണ് ആണ് ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് ചോദിച്ചറിയാം. 10% യഥാർത്ഥമുള്ളൂ, ബാക്കിയെല്ലാം വ്യക്തിവൈരാഗ്യം തീർക്കാനൊക്കെയാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, കാർത്തികൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ സിനിമയിൽ പറഞ്ഞപ്പോൾ മോഹൻലാലാണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും നിങ്ങൾക്കൊക്കെ എന്താണ് ജനങ്ങളെ ഫേസ് ചെയ്യാൻ ധൈര്യമില്ലാത്തത്? ധൈര്യമായിട്ട് പത്രസമ്മേളനം നടത്തി നിങ്ങൾ ആ ജനങ്ങളെ ഫേസ് ചെയ്യാൻ, അല്ലെങ്കിൽ പത്രക്കാരുടെ മുമ്പിൽ ഉത്തരം പറയാനുള്ള ധൈര്യമില്ലാത്ത നിങ്ങൾ എന്ത് സിനിമാ പിന്നെ നടന്മാരാണ്, എന്ത് കോടീശ്വരാണ്, എന്ത് പിന്നെ സെലിബ്രിറ്റികളാണ്? നിന്റെ മനഃശുദ്ധമാണ്. ഈ മരപ്പാത്തിൽ ഗംഗയുണ്ടെന്ന് കബീർദാസ് പറഞ്ഞ പോലെ നിങ്ങളുടെ മനഃശുദ്ധമാണെങ്കിൽ നിങ്ങൾ എന്തിനാരും ഭയപ്പെടണം? അപ്പം നിങ്ങളിലൊന്നും മനസ്സ് ശുദ്ധമല്ല, ഒരു രീതിയിൽ മറ്റു രീതിയിൽ. ഒരു കണക്കിന് എനിക്ക് പാവം തോന്നുന്നവരൊക്കെ. ഞങ്ങളൊക്കെ പൊളിറ്റിക്സിലാണ്, ഞങ്ങൾ പത്ത് നല്ലതെന്ന് പറയാം. പക്ഷെ അവരൊക്കെ ഇപ്പം ഞങ്ങൾ പാവത്ത് തോന്നണം. കാരണം അറിയില്ല, അവർക്ക് ഗൗരവം തന്നെ അറിയില്ല. ആരൊക്കെ പറഞ്ഞ് പുകഴ്ത്തി കൊടുക്കുമ്പോഴേ എല്ലാം റാമുള്ളി കേട്ട് നിൽക്കുന്നുള്ളപ്പോൾ അതിനെ ആസ്വദിച്ച് പോകുന്നു. അതല്ല സിനിമ എന്നൊക്കെ അതല്ല മനുഷ്യത്വം എന്നുള്ളത്. നിങ്ങൾ ധൈര്യമായിട്ടൊന്ന് സ്റ്റേണ എന്ന് പറയണം. എന്താണ് ആരൊക്കെയാണ് വിഷയങ്ങൾ? അതായത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അത് പോലീസിനെ അല്ലെങ്കിൽ സർക്കാരിനെ ഏൽപ്പിക്കാതെ അവിടെ കൊണ്ട് തന്നെ ചർച്ച ചെയ്ത് തന്നെ തീരുമാനമെടുക്കേണ്ടിയിരുന്നത്. എന്നിട്ട് പോലീസ് ഇപ്പോൾ അറിയിക്കണത് ഇന്ന രീതിയിൽ പ്രശ്നമുണ്ട്, നിങ്ങളത് കൈകാര്യം ചെയ്യും. അപ്പോൾ പോലീസിൻ്റെ പണി കുറയും, സർക്കാരിൻ്റെ പണി കുറയും. അതൊന്നും തുടക്കാതെ സർക്കാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ ഒരു സർക്കാരുണ്ടോ? കേന്ദ്രത്തിൽ സർക്കാരുണ്ടോ? ഇപ്പോൾ കുറ്റം പറയുന്ന ആൾക്കാരുണ്ടല്ലോ, മുഗളന്മാർ കുറ്റം പറയുന്നു, ബ്രിട്ടീഷുകാർ കുറ്റം പറയുന്നു. അവരൊക്കെ പണിത നിർമ്മിതിയല്ലാതെ ഈ BJP ഗവൺമെൻറ് വന്നിട്ട് 10-11 വർഷമായിട്ട് എന്ത് നിർമ്മിതിയാണ് പണിതിട്ടുള്ളത്? പണിതെല്ലാം പൊളിഞ്ഞു പോയില്ലേ? അതെ, ശിവജിയുടെ 1000 കോടി മുടിക്കാണ്, അത് തകർന്നു. അമ്പലം തകർന്നു. ബീഹാറിൽ എത്രയോ പാലങ്ങൾ 1000 കോടി മുടിക്ക് പാലങ്ങൾ തകർന്നു. മറ്റേ പാർലമെൻറ്റ് മന്ദിരം ചോരുന്നു, അമ്പലം ചോരുന്നു, പ്രതിഭ തകരുന്നു, എല്ലാം നശിച്ചുണ്ടെങ്കിൽ എന്തെങ്കിലും. ഇപ്പം നമ്മുടെ പാർലമെൻറ്റ് മന്ദിരം പണിതുണ്ടല്ലോ, പഴയ ബ്രിട്ടീഷുകാർ പണിത പാർലമെൻറ്റ് മന്ദിരം ഉണ്ടല്ലോ. നിങ്ങൾ രണ്ടും താഴ്ത്തി നോക്കി, എന്താണ് ഇതിൻ്റെയൊക്കെ പ്ലാനിങ്? അപ്പം അത്ര കണ്ട് നമ്മുടെ ഭാവനയും ചിന്തയും അവരുടെ ഒപ്പം വരുന്നില്ല. എന്നിട്ട് കുറ്റം മുഗൾമാർക്കും ആ മുസ്ലിങ്ങൾക്കും, മുസ്ലിം ചക്രവർത്തിമാർക്കാണ്. അവരെ ഭരണകാലത്ത് GDP 27% ചരിത്രം വരുന്നു. അത് ബ്രിട്ടീഷുകാർ വന്നപ്പോഴാണ് അത് മൈനസായത്. അവരുപരി വിദേശത്ത് കൊണ്ടുപോയിട്ടില്ല. എനിക്കിപ്പോൾ മുഗൾ ചക്രവർത്തിമാർക്ക് അനുകൂലമായിട്ട് കാര്യമൊന്നുമില്ല, കാരണം അവർ ഞങ്ങൾ തമ്മിൽ അങ്ങനെ കണക്ഷനൊന്നുമില്ല. പക്ഷേ സത്യമായിട്ട് മനസ്സിലാക്കണ്ടേ, എവിടെയാണ് തെറ്റുപറ്റുന്നത് അത് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചില്ലേ അവസ്ഥ ഇതാണ്, ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പം നമ്മൾ കുറ്റം പറഞ്ഞു. കരുണാകരൻ്റെ കാലത്ത് എത്ര എയർപോർട്ട് ഉണ്ടായി, സ്റ്റേഡിയം ഉണ്ടായി, മറ്റേ ലോക മാർക്കറ്റ് ഉണ്ടായി, മറ്റേ മരടിൽ. ഈ ഗവൺമെൻറ് ഈ ഉമ്മൻചാണ്ടി പോലെ ഇങ്ങോട്ട് പോന്നാൽ, ഉമ്മൻചാണ്ടി കാലത്ത് വേണമെങ്കിൽ വീഴ്ച തുറമുഖത്തിൻ്റെ ഏത് വേണമെങ്കിൽ പറയാം, പക്ഷേ അതൊന്നും ഒരു ഗുണത്തിലല്ല കലാശിക്കുന്നത്, അതൊക്കെ അറിയാമല്ലോ. പക്ഷേ ഈ ഗവൺമെൻറ് ഇപ്പം എന്നിട്ട് ഇപ്പോൾ രണ്ടാമത്തെ ടേമായില്ലേ, ഇപ്പോൾ 7 വർഷമായല്ലോ. 7 വർഷത്തിൽ ഒരു കോളനി, ഇപ്പോൾ പനമ്പള്ളി നഗർ, ഗിരിനഗർ, ഗാന്ധിനഗർ പോലെ. അന്ന് കൃഷ്ണകുമാർക്ക് കുറ്റം പറഞ്ഞു. കൃഷ്ണകുമാറിൻ്റെ കാലത്ത് GCDയിലൊക്കെ പ്രവർത്തനങ്ങൾ എത്ര ഇതായിരുന്നു, എത്ര നഗരമുണ്ടായി. ഇപ്പോൾ GCD ചെയർമാൻ പാവ മനുഷ്യനാണ് ചന്ദ്രൻപിള്ള. എനിക്ക് അത് ഇഷ്ടമൊന്നുമില്ല. പക്ഷെ സുഖമില്ല. അതേപോയി സുഖമില്ലാതായിക്കഴിഞ്ഞാൽ വഴി മാറി കൊടുക്കണ്ടേ? മനുഷ്യ അസുഖം വരും, അതാരോ കുറ്റമല്ലല്ലോ. ഇത് മരിക്കുന്നവരും. എന്തിന് ചന്ദ്രൻപിള്ള കുറ്റം പറഞ്ഞു, എന്തിന് CPM കുറ്റം പറഞ്ഞു? മുസ്ലിം ലീഗിൻ്റെ ഒരു ജില്ലാ പ്രസിഡൻ്റായി. ഞാനൊരു ചെല്ലുമ്പോണ്ടല്ലോ ഫോൺ കടലിൽ നിന്ന് വെച്ച് താഴെ ഇറക്കി വെച്ചേക്കാം. കാരണം പറ്റൂല പുള്ളിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാനൊന്നും. അപ്പം എന്നാലും മരിക്കോളം സ്ഥാനത്തിരിക്കണം. പ്രായമായി കഴിഞ്ഞാൽ കഴിവിൽ മാറ്റണ്ടേ? അതുപോലെ വേറൊരു MP ഉണ്ടായിരുന്നു, വിമാനത്തിൽ കയറാൻ പോലും പറ്റില്ല. ആ MP അവിടെ കിടന്ന് മരിച്ചാണ്, എന്നാലും മാറ്റി വെച്ചില്ല. അപ്പം എന്താ നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ വന്നാൽ അവർ മരണം വരെ ആ സ്ഥാനത്ത് ഇരിക്കണം എന്നുള്ളതാണോ? അതെന്ത് നീതിയാണ്, എന്ത് നിയമമാണ്, എന്ത് ലോജിക്കാണ്, എന്ത് തത്വമാണത്? ജനങ്ങളെ നിങ്ങൾ ഫൂളാക്കല്ലേ? ഇവിടെ നീറുന്ന പ്രശ്നങ്ങളുണ്ട്. ആ നീറുന്ന പ്രശ്നത്തിനിടയിലേക്കാണ് ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. ഇപ്പോൾ ചിന്ത എല്ലാം പോയി, ചർച്ചയൊക്കെ പോയി. ഇപ്പോൾ ഹേമ കമ്മീഷൻ പിടിച്ചിട്ടേക്കാം ചാനലുകാരെല്ലാം, പത്രക്കാരെല്ലാം. ഇവിടെ സാധനത്തിന് വില വർദ്ധനവ്.
പിന്നെ വടകരയിലാണെങ്കിൽ പിന്നെ എന്താണ് കാഫിർ കേസ്, വയനാട് വിഷയം, എങ്ങനെ നീറുന്ന 100 പ്രശ്നങ്ങൾ കേരളത്തിൽ പോലും ഉണ്ട്. എന്നിട്ട് ഇപ്പോൾ ചിന്ത മുഴുവൻ ഈ ഹേമയിലേക്ക് ഇട്ട് അത് 5 വർഷം കഴിഞ്ഞു. ലിസ്റ്റോട് 5 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അത് പുറത്തു വിട്ടത്. അതെല്ലാം പുറത്തു വിട്ടതെന്ന് അറിയാം. എങ്ങനെയാണ് കുറച്ച് കാണിക്കാതെ കുറച്ച് ഒളിച്ച് കുറച്ച് പാത്ത്, എന്താണ് ഒരു രീതിയില്ല ഒരു കമ്മീഷനൊക്കെ. ആ കമ്മീഷൻ റിപ്പോർട്ട് വിലയില്ലേ? അതിൽ കുറച്ച് പേജ് മാറ്റി വെച്ചു, കുറച്ച് പേജ് ഇട്ടു. അപ്പോൾ നമ്മൾ ഭരിക്കുന്ന ഗവൺമെൻറ് ഉൾപ്പെടെ, അമ്മ എന്ന സംഘടനയുടെ ഭാരവാഹികൾ ഉൾപ്പെടെ എല്ലാവരും അവക്കമതികളായ നേതാക്കളോ സംരംഭകരോ ആണ്. കേന്ദ്രം ഭരിക്കുന്നതിന് ഇപ്പം നമുക്കറിയാം, ഗൾഫിലേക്ക് പോകുന്ന വിമാനക്കൂലി 30,000 രൂപ, അത് ചിലപ്പോൾ 1,00,000 രൂപയാണ്. ഇതിനെതിരെ നടപടിയെടുക്കാൻ ഏതെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരോ മന്ത്രിമാരോ ശ്രമിക്കുന്നുണ്ടോ? ഇവിടെ അമേരിക്കയ്ക്ക് പോകാൻ അതിനേക്കാൾ എത്ര ഇരട്ടി സമയം യാത്ര ചെയ്യണം. അത് 22 മണിക്കൂർ യാത്ര ചെയ്യണം അമേരിക്കയിൽ. അത് ഈ ഗൾഫിൽ പോകാത്ത ചാർജ് ഇല്ലെന്നാണ്. അത് ഗൾഫ് വേറെ രീതിയാണ്, മറ്റു രീതിയാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്ന തീവെറ്റുകൾ ചെയ്യുന്ന സംഘടനകളെയും സ്ഥാപനങ്ങൾക്ക് ഊച്ചുവിലും കിടാൻ അല്ലെങ്കിൽ നിലനിർത്താൻ നമ്മുടെ ഈ ഭരണകൂട സംവിധാനത്തിനുണ്ടോ? ഇപ്പോൾ അവസാനം ഞാൻ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞ് നിർത്താം. സുരേഷ് ഗോപി സാറ് ഞാൻ പറഞ്ഞിരിക്കുക, പാവമാണ് ആ മനുഷ്യൻ കേട്ടോ. ഇത്രയും നിഷ്കളങ്കൻ വേറെയില്ല. പക്ഷെ ദുഷ്ടൻ പിന്നെ പാവപ്പെട്ട ദുഷ്ടനെ ഫലം ചെയ്യുന്ന മുമ്പിലെയാ. എന്താണ് അദ്ദേഹം കാട്ടിക്കൂട്ടുന്നത്? എന്താണ് അദ്ദേഹം പറയുന്നത്? എന്തെങ്കിലും ന്യായമുണ്ട്? ഒരു മന്ത്രിയോട് ചോദിക്കും, മന്ത്രി പറഞ്ഞു ഞാൻ കക്കൂസെന്ന് വരാണെങ്കിൽ അത് ചോദിക്കാം, ഓഫീസറും അത് ചോദിക്കാം, അമ്മയുടെ ഓഫീസർ അത് ചോദിക്കാം, വീട്ടുകാരും ആ കാര്യം ചോദിക്കാം. എടോ സുരേഷ് ഗോപി ചേട്ട സാറേ, നിങ്ങൾ ശാന്തമായിട്ട് ഇരുന്ന് ആദ്യം നിങ്ങൾ മനസ്സ് ശാന്തമാക്കുക. ഈ കടിച്ച് പിടിച്ച് ആരോടാണ് നിങ്ങൾ ഇത്ര ദേഷ്യം? നിങ്ങളെ ആരെങ്കിലും കൊല നടക്കുന്നുണ്ടോ? നിങ്ങളോട് ഇത്ര ജനങ്ങൾ നിങ്ങളോട് വെറുപ്പുണ്ടോ? രാഷ്ട്രീയപരമാണ് ചില വെറുപ്പുണ്ട്. അതിൽ കഴിഞ്ഞ് നിങ്ങളോട് എന്ത് വെറുപ്പ്? നിങ്ങൾ പൊളിറ്റീഷ്യൻ. പിന്നെ നിങ്ങൾ എന്താണ് ഇത്രയും ദാഷ്ട്യത്തോ അല്ലെങ്കിൽ ഒരു ധിക്കാരം പോലെ കാണിക്കാതെ? എന്തിനാണ് അങ്ങനെ കാണിക്കുന്നത്? നിങ്ങൾ കുറച്ചൊരു വിനയമായിട്ട് സംസാരിക്കുന്നത്. പൊതുപ്രവർത്തനല്ലേ? നിങ്ങൾക്കും കുഴപ്പം തന്നെ, അമ്മയ്ക്ക് പറ്റൂലാണ്. കാരണം തിരക്കഥ തയ്യാറാക്കി അങ്ങ് തന്നാൽ നല്ലോണം പറയും, നോക്കി ഒന്ന് വായിക്കും, എന്നിട്ട് കാണിക്കുകയാണ്. അതുപോലെ പാർലമെൻറ്റിൽ നമ്മുടെ CPM രാജ്യസഭാ മെമ്പർ ചോദിച്ചോളൂ പൊട്ടിപ്പോയില്ലേ? സംസാരിക്കാൻ പറ്റുമോ? കാരണം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ അവിടെ പൂർണ്ണരല്ല. നമുക്കത് ഇരിക്കുന്ന തെറ്റ് നിങ്ങൾക്കൊണ്ടൊക്കെ കഴിവുകളുണ്ട്. എന്നാൽ കഴിവുണ്ട്, ആദ്യമായിട്ട് നമ്മൾ കഴിവുകൾ എന്താണെന്ന് നോക്കുക, അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ സുരേഷ് ഗോപി നിങ്ങൾ ഇപ്പോൾ പറയുന്നത് ഒന്നും ഒരു ന്യായീകരണമില്ല. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങൾ ശാന്തമായി ആലോചിച്ച് എങ്ങനെ ചെയ്യണം തീരുമാനിക്കുക. നിങ്ങൾ സിനിമ പോടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തിനും ഇത്ര പാടുപെട്ട് വന്ന് ഇത്ര കോലാഹലം ഉണ്ടാക്കി? മന്ത്രിസ്ഥാനം കിട്ടാൻ വേണ്ടി ഇവിടെ കൊതിക്കുമ്പോൾ കിട്ടിയ മന്ത്രിസ്ഥാനം എനിക്ക് ഭാരമാണ്, എനിക്ക് അത് പോയാൽ അതുകൊണ്ട് എനിക്ക് സന്തോഷം എന്നൊക്കെ പറയും. രാജ്യരക്ഷാ മന്ത്രിയെ പോലെ ആഭ്യന്തര മന്ത്രിയെ പോലെയുള്ള എന്തൊക്കെ പറഞ്ഞാലും BJPയുടെ മന്ത്രിയാണെങ്കിലും ആഭ്യന്തര മന്ത്രിയല്ലേ, എത്ര വിലയുള്ളതാണ്. ആ മന്ത്രിയും പ്രധാനമന്ത്രിയൊക്കെ കൊച്ചാക്കുന്ന രീതിയിലും അല്ലെങ്കിൽ അവർക്ക് മോശമായ രീതിയിലൊക്കെ നിങ്ങൾ സംസാരിക്കില്ലേ? ഒട്ടി ഒതുക്കി നിങ്ങൾ BJPയെ തകർക്കാനുള്ള ലക്ഷ്യങ്ങൾ കാണുന്നത്. BJP ഇട്ടുകൊണ്ട് പോകും, നിങ്ങൾ വേറെ പാർട്ടിയിൽ പോകില്ല. എന്താ ഉറപ്പിക്കണക്കിന്? BJP കാത്ത് സൂക്ഷിച്ചിരുന്ന അവസരം നിങ്ങളിപ്പോൾ അത് ഇല്ലാതാക്കല്ലേ? എന്തൊക്കെ പറഞ്ഞാലും 10-50 വർഷമായി 60 വർഷമായിട്ട് BJPയുടെ പ്രവർത്തി കേരളത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകുമെന്ന് ഉറപ്പില്ലാത്തടത്താണ് അടി കൊണ്ടും അടിൻ്റെ ആവശ്യമൊക്കെ എത്ര BJP പ്രവർത്തകർ അടി കൊണ്ടുണ്ട്. അങ്ങനെ പറയുന്നവർ പളച്ചു പിടിച്ച പാർട്ടിയിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ അവരെയൊക്കെ കൊല്ലില്ലേ സാർ? വിനയം കൊണ്ട് പറയാണ്, അങ്ങനെ ചെയ്യില്ലേ? അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും ഒന്നുകൂടി കുലങ്കഷമായി കാര്യങ്ങൾ വിലയിരുത്തി കുറച്ചുകൂടി അമിക്കബിൾ സെറ്റിൽമെൻറ്റിലേക്കും സമാധാനമായിട്ടും ശാന്തമായിട്ടും പ്രശ്നം അവതരിപ്പിക്കണം. തെറ്റുണ്ടെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ പറയണത് സംഭവിച്ചു പോയി, ജനങ്ങൾ എന്ത് കൊല്ലൂല, അവർ ക്ഷമിക്കും. ഇപ്പം നമ്മുടെ മടിയിലിരുന്ന് കുഞ്ഞ് മൂത്രമൊക്കെ നമ്മൾ കുഞ്ഞിനെ കൊല്ലല്ലോ, ആ തുണി മാറ്റി കൊടുക്കും. അതുപോലെ സിനിമാ നടന്മാരിലോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയിലോ എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ വന്ന് അത് പറയുമ്പോഴേ അത് തിരുത്തി ക്ഷമ തരുന്നേ, ഒരു കുഴപ്പമില്ല. ഇവിടെ വ്യക്തിപരമൊക്കെ കേട്ടോ, ആരുടെയും വ്യക്തിയാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടി അതൊരു മമ്മൂട്ടി സാഹിബിനോടോ അല്ലെങ്കിൽ മോഹൻലാലിനോ സുരേഷ് ഗോപിയുടെ ആർക്കോടെ വ്യക്തിപരാക്കും ഒരു വിരോധമില്ല. മൊത്തത്തിൽ അവരൊക്കെ ശാന്തരും നല്ലവരുമാണ്. പക്ഷെ കുറച്ചുകൂടി ഇരുത്തം വരാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിൽക്കോരായ നന്ദി. ജയ് ഹിന്ദ്.